ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അതിലെ 54-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ എപ്പിസോഡ് കണ്ടവർക്ക് ഞാൻ ആദില, അനീഷ്, ഇഷ്യൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതിലെ ന്യായം ആരുടെ പേർക്കാണ് അതിനെക്കുറിച്ചൊന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാനായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് ആദിലയുടെ ഗെയിം കണ്ടപ്പോൾ വളരെ വളരെ മോശമായിട്ടാണ് ആദില ഇന്നലെ അനീഷിനോട് പെരുമാറിയതെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം അനീഷ് അവിടെ പറയുന്നുണ്ട്, അനീഷ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ആദിലയാണ് പാത്രങ്ങളെല്ലാം കഴുകണ്ടേ. അപ്പോൾ 12 മണിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 12 മണിയായി. 12 മണിക്കാണ് എന്നിട്ടാണ് പാത്രങ്ങൾ കഴുകൂ, പകുതി പാത്രം വേറെ കഴുകി ബാക്കി നീ കഴുകണം, ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിന് റെഡിയാക്കണം എന്ന് അവ പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, കറക്റ്റ് 12 മണി എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ആദില താൻ പോടോ, ആ റിയാക്ഷൻ, ആ മുഖത്തെ റിയാക്ഷൻ ഒന്ന് കാണണം. സത്യം പറഞ്ഞൊരു ബഹുമാനം ആദില നൂറയുടെയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇത് കണ്ടാൽ ചിറിന്ന് കൈയെടുക്കാൻ തോന്നില്ല. അപ്പോൾ അതിന് മുൻപ് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അതിന് മുൻപ് ഒരുപാട് അനീഷ് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷേ പ്രൊവോക്ക് ചെയ്യുക എന്നാണല്ലോ അവിടെ പണി, അതാണല്ലോ അവർ ഗെയിം, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദില ചെയ്യേണ്ട പണികൾ കറക്റ്റായി ചെയ്തിരുന്നെങ്കിൽ അനീഷ് വന്ന് സംസാരിക്കില്ലായിരുന്നു, ചോദിക്കില്ലായിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അപ്പോൾ ഓക്കെ ഞാൻ കഴുകാമെന്ന്. കാരണം സമയം നമ്മൾ നോക്കണം. കാരണം അത് കഴിഞ്ഞ് അവർ തർക്കിച്ചു, സംസാരിച്ചു, താൻ പോടോ എന്ന് പറഞ്ഞപ്പോൾ താൻ പോടോ, ഞാൻ കഴുകില്ല, താൻ എന്ത് ചെയ്യും, താനാരാ എൻ്റെ കെട്ടിയവനോട് വെയിറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, ഓക്കെ എന്നാൽ നീ കഴുകണ്ട, അതിൽ കഴുകുന്നില്ല ഞാൻ കഴുകാം. കാരണം എനിക്ക് കിച്ചൺ ടീമിനോട് ഒരു ഇതുണ്ട്, അത് എനിക്ക് കിച്ചൺ ടീമിനോട് നീതി പുലർത്തണം, അതുകൊണ്ട് ഞാൻ കഴുകാമെന്ന് പറഞ്ഞ് കഴുകാൻ പോയപ്പോൾ അതിലെ പോകുന്നു, അനീഷിൻ്റെ കട്ടിലെ ബെഡ് എടുത്ത് വലിച്ചെറിയുന്നു, തലയണി എടുത്തെറിയുന്നു. പാവം നൂറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നൂറ അയ്യോ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നൂറ എങ്ങനെ ആദിലയെ ഇത്രയും കാലം സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രൊവോക്ക് ചെയ്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രൊവോക്ക് ചെയ്യില്ലാണ് ഒന്നാമത് അവിടുത്തെ ഗെയിം, അവിടുത്തെ പരിപാടി. പിന്നെ 2, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ അനീഷ് വന്ന് സംസാരിക്കുമോ? അത് കഴിഞ്ഞ് ബെഡ് എടുത്തെറിയുന്നു, തലയണി എടുത്തെറിയുന്നു, ദേഷ്യപ്പെടുന്നു, പോകുന്നു. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നു. കിച്ചണിൽ അഴുക്ക് വെള്ളം അനീഷിൻ്റെ ദേഹത്ത് തെറിപ്പിക്കുന്നു, കൈയെടുത്ത് കുടയുന്നു, കയ്യിൽ വെള്ളം തെറിപ്പിക്കുന്നു. താൻ മാറടോ, താൻ പോടോ പറഞ്ഞ ആറ്റിറ്റ്യൂഡില്ലേ ഫേസിൽ കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആദില പുറത്ത് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. നൂറ ഇതിപ്പോൾ എന്താകുമെന്ന് വെച്ചാൽ നൂറ അവിടെ നിൽക്കും, ആദില പുറത്ത് പോകാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഇതിൽ ഇവർ രണ്ടുപേരിനെയും നിരീക്ഷിക്കുമ്പോൾ ആദിലയാണ് നൂറയെ ഭയങ്കരമായിട്ട് ബേബി അത് അങ്ങനെ കൊണ്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നടക്കുന്ന പോലെ നൂറ പറഞ്ഞ് നടക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്തുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ, ഇവർ 2 ലെസ്ബിയൻ കപ്പിൾസിനെയും ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എതിർക്കുന്നവർ ഭൂരിഭാഗം പേരും പറയുന്നത് ആദില അങ്ങനെയാണ്, നൂറ അങ്ങനെയല്ല, നൂറ ട്രാപ്പിലായതാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അല്ലാത്തവർക്കും ഡൗട്ട് തോന്നും. കാരണം ആദില സ്വയം പരിചയപ്പെടുത്തുന്നത് ആദില ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവർ 2 ഇൻ്റർവ്യൂസിന് പോകുമ്പോഴേക്കും ഭർത്താവാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാണിച്ചു കൂട്ടൽ കണ്ടാൽ നോർമൽ ആളുകൾ ചിന്തിക്കും, ഇത് ശരിക്കും നൂറ ട്രാപ്പിലായതാണോ? കാരണം ഇന്നലെ നൂറയുടെ മുഖം ഫേസ് കാണണമായിരുന്നു. ആദില ഇങ്ങനെ പെരുമാറുമ്പോൾ ആദിലയോട് അങ്ങനെ പെരുമാറരുത് പറയുന്നുണ്ട്. ആദിലയ്ക്ക് അനീഷ് പറയാതെ തന്നെ പോയിട്ട് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുള്ള ചുമതലയുണ്ട് അല്ലേ? അപ്പോൾ ആദില ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് അനീഷ് പ്രൊവോക്ക് ചെയ്യും, പാത്രങ്ങൾ കഴുകുന്നൊരു 100 പ്രാവശ്യം പറയും. മറ്റേ രേണു സുധീരനെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞത് തന്നെ പറയും. അത് സത്യം തന്നെയാണ്. പക്ഷേ അതിനെ ഇടവരുത്തിയത് ആദില തന്നെയാണല്ലോ. ആദിലയ്ക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് കഴുകി വെച്ചാൽ എന്താ പ്രശ്നമായിരുന്നു? കാരണം അനീഷ് ഇവിടെ കഴുകാൻ വന്നിട്ട് നിൽക്കുമ്പോൾ ആദില വന്ന് അനീഷിൻ്റെ മേലെ വെള്ളം തെറിപ്പിച്ച് ഗ്ലാസ് എടുത്തെറിഞ്ഞ് സ്പൂണിനെ എടുത്ത് നിലത്തെറിഞ്ഞ് ഷാനവാസ് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീ കറക്റ്റ് സമയത്ത് കഴുകിയാൽ സമയമായില്ലേ, ഇപ്പോൾ കറക്റ്റ് സമയത്ത് കഴുകിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ കാല് പിടിക്കേണ്ട വരുമായിരുന്നു, ആ മനുഷ്യനോട് അത്ര നേരം കാല് പിടിക്കാൻ വന്നിട്ട് എന്നൊക്കെ ഷാനവാസ് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ അപ്പോഴും തട്ടിക്കയറുകയാണ്, ഇയാൾ ആരും എൻ്റെ കെട്ടിയവനാവുക, കാല് പിടിച്ച് വരാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കയറുന്നുണ്ട്. അതിനിടയിൽ ലക്ഷ്മി വന്നിട്ട് പാത്രം അരിയിടണോ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് പാത്രങ്ങൾ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ സമയമായി, പാത്രങ്ങൾ കഴുകാനും അതിനും എല്ലാത്തിനും സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദില ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് ഞാൻ ഇന്നലെ ആ 45 മിനിറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ, ഇന്നലെ കണ്ടില്ല, ഇന്ന് നൈറ്റാണ് കണ്ടേ, ഇന്ന് രാവിലെ ആയിട്ടാണ് കണ്ടേ. അപ്പോൾ അതിൽ മനസ്സിലായത് എനിക്ക് ആദില ചെയ്ത് തെമ്മാടിത്തരം ആയിട്ടാണ് തോന്നിയത്. കാരണം അനീഷ് ഒരു സാധാരണക്കാരനായിട്ട് അങ്ങോട്ട് വന്നത് കൊണ്ടാണോ ആദില എങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഷാനവാസ് അത് കഴിഞ്ഞ് സംസാരിക്കുന്നുണ്ട് പോയിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നിട്ട് പറഞ്ഞാണ് അയാളെ പ്രൊവോക്ക് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊവോക്ക് ചെയ്ത് എന്തെന്നെ ചെയ്താലും ഇവൾ ആദിലേക്ക് പാത്രങ്ങൾ മര്യാദയ്ക്ക് കഴുകി വെച്ചിരുന്നെങ്കിൽ ആ ഒരു ചർച്ചയാടെ ഉണ്ടാവില്ലായിരുന്നു. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളോ അത് 12 മണിയായിട്ടും കഴുകി വയ്ക്കുന്നില്ല. നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യണം പറഞ്ഞാൽ അവിടെ ഈ ഓരോ കാര്യങ്ങൾക്ക് സെക്ഷനായി തിരിച്ച് വെച്ചിരിക്കുകയല്ലേ. നമ്മുടെ വീട്ടിലെ പോലെയല്ലല്ലോ, സെക്ഷനായി തിരിച്ച് വെച്ചിരിക്കുകയല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ടാണല്ലോ അനീഷ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ലാലേട്ടൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു ലാലേട്ടൻ അന്ന് ഞാൻ കയറ്റുമല്ലോ വീട്ടിൽ എന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് തിമിര ആദിലേക്ക് കൂടിയതായിട്ടാണ് എൻ്റെ കണ്ണിൽ കാണുന്നത്. കാരണം ഈ വീക്കിൽ എന്നെ രണ്ട് പ്രാവശ്യമായി അനീഷിൻ്റെ നെഞ്ചത്തോട്ട് ഇവർ കയറുന്നത്. പക്ഷേ അത് ഒരിക്കലും ആദിലേക്ക് നല്ലതിനല്ല. അത് ആദില മനസ്സിലാക്കുന്നില്ല. കാരണം ആദിലയും നൂറയും വിചാരിച്ചിരിക്കുന്നത് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്കാണ്, അതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ വന്ന് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നരുത്, തോന്നിയിട്ട് ഒരു കാര്യമില്ല. ആ ലാലേട്ടൻ പറഞ്ഞതിലെ ഒരു 70% സ്ക്രിപ്റ്റഡാണ്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ലാലേട്ടൻ വന്ന് പറയുകയാണ്. ഒരു 30% ഉണ്ടാവും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ കയറ്റുമല്ലെന്നോ അങ്ങനെ എന്തെങ്കിലും. ലാലേട്ടൻ്റെ വീട്ടിൽ കയറാൻ സമയമില്ല. അതിനിടയ്ക്കൂടെ നിങ്ങൾ അതും വിശ്വസിച്ചിട്ട് അവിടെ കിടന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാം. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദില ഫസ്റ്റ് പുറത്ത് പോകാൻ എന്തായാലും ചാൻസ് ഉണ്ട്. ഈ വീക്കിൽ പോയില്ലെങ്കിൽ അടുത്ത വീക്ക് പോകും. കാരണം സാബു മോനൊക്കെ ഇത്തിരി സ്ട്രോങ് ആയി വരുന്നുണ്ട് ഇപ്പോൾ. എന്താണെന്ന് അറിയില്ല. എന്തായാലും ആദില പോയാൽ അവിടെ ഒരു കണ്ണീരും കയ്യും കരച്ചിലും പിഴിച്ചിലും കാണാം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദില പോകുമ്പോൾ നൂറ അവിടെ നിൽക്കുമ്പോൾ ഈ അല്ലാത്ത പ്രേക്ഷകരുണ്ടല്ലോ, ബിഗ് ബോസിന് ഇഷ്ടമല്ലാത്തവരും ഇപ്പോൾ ആദില നൂറിൻ്റെ കാര്യം എന്ത് സംഭവിക്കും, അവർ പിരിയണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ആളുകളും ഉണ്ടല്ലോ. അവരൊന്നുകൂടി ബിഗ് ബോസ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ആദിലയും നൂറയും പിരിക്കണം എന്ന് പറഞ്ഞ് നിൽക്കും. കാരണം ആദിലയാണ് ലെസ്ബിയൻ, നൂറ ലെസ്ബിയൻ അല്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളാണ് ഇവരെ എതിർക്കുന്നതിൽ ഭൂരിഭാഗം പേരും. അത് നമ്മൾക്ക് കമൻസ് കണ്ടാലും അല്ലാതെ റിവ്യൂ ചെയ്യുന്നവരുടെ റിവ്യൂ കണ്ടാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ആദില കളിച്ചില്ലെങ്കിൽ കട്ടയും പടവും മടക്കിയിട്ട് വീട്ടിലേക്ക് പോവാം. ഓക്കെ.